സലീംകുമാറിന്റെ മകൻ ചന്തു. ഈ ചന്തുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്ക് നടക്കുന്നുണ്ട്. അഭിനയിക്കാൻ അറിയില്ല, പാഴാണ്, മരപ്പാഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റാക്ക് നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മളൊരു നടനെ കുറിച്ച് പറയുമ്പോൾ ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ സിനിമ കണ്ടവർക്കറിയാം. അന്നും ഇതുപോലെ പറഞ്ഞാണ് ഫാസിലിന്റെ പേര് കളയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചെറുക്കൻ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, അതുകൊണ്ട് ഫഹദ് ഫാസിൽ ഇന്ന് നടനായി നിൽക്കുന്നു. അല്ലെങ്കിൽ ആകെ അയാളെ മാനസികമായി തകർത്തേനെ. വലിയ വിമർശനം വന്ന ആ പടം പരാജയപ്പെട്ടു. ആ പടത്തിൽ നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പടം വലിയ ഫ്ലോപ്പായിരുന്നു. പിന്നീട് ഫഹദ് ഫാസിൽ അമേരിക്കയിലേക്ക് പോയി. അദ്ദേഹം രണ്ട് വാദമുണ്ട്. ഒന്ന് പഠിക്കാനായിട്ട് പോയി, രണ്ടാമത് അഭിനയം പഠിക്കാനും കൂടെ അദ്ദേഹം പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തിരിച്ച് അദ്ദേഹം വരുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ നടൻ, പാൻ ഇന്ത്യൻ നടനായിട്ട് നിൽക്കുന്നു. അപ്പൊ അങ്ങനെ ആളുകളെ അങ്ങനെ അടച്ചാക്ഷേപിക്കുക, പ്രത്യേകിച്ച് യാതൊരു കഴിവുമില്ലാത്ത ആളുകൾ ഒരു മൊബൈൽ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ആളുകളുടെ പുറത്തോട്ട് ചൊറിഞ്ഞു കയറുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അതൊരു ശരിയായ ശീലമല്ല. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ആരെയും എന്തും പറയാം, പാഴാണെന്ന് പറയാം, മരപ്പാഴാണെന്ന് പറയാം, തെറി വിളിക്കാം. ഈ ആളുകളൊന്നും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ തിരിച്ച് തെറി പറയില്ല എന്നുള്ളൊരു ധൈര്യം കൂടെ ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലേ? ഇത് ഒരുതരം ഫ്രസ്ട്രേഷൻ ഉള്ളവരാണ് ഇത് കാണിക്കുന്നത്. അയാൾക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, ആ ഫ്രസ്ട്രേഷനാണ് ഇത്തരത്തിലുള്ള കമന്റ്സ് കൊണ്ടിടുന്നത്. എന്തൊക്കെയാണെങ്കിലും അയാൾക്ക് അഭിനയം അറിയില്ലെങ്കിൽ താങ്കളുടെ അഭിനയം പോരാ എന്നിടാം. താങ്കളുടെ അഭിനയം പോരാ, ബെറ്റർ ആകാൻ ശ്രമിക്കൂ. അതൊരു നല്ല പ്രവൃത്തിയാണ്. നമ്മൾ മലയാളികൾ കുറെ കൂടെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്നവരാണെന്നാണ് നമ്മൾ, പ്രബുദ്ധ മലയാളി എന്നാണല്ലോ പറയാം. അത് അങ്ങനെയല്ലാന്ന് നമ്മൾ പലപ്പോഴും തെളിയിക്കാറുണ്ട്. നമ്മൾ പല കുഴപ്പങ്ങളും കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉത്തരേന്ത്യയിലോട്ട് നോക്കിയിരിക്കും. നമ്മുടെ ഒരു പ്രധാന പരിപാടി അതാണല്ലോ. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവിടോട്ട് എത്തി നോക്കുക. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു മൈൻഡും ഇല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ടൊരു കാര്യമേ അല്ല എന്ന രീതിയിലാണ് നമ്മൾ നടക്കാറുള്ളത്. ഇത് പിന്നെ നമ്മുടെ ദുൽഖറിന്റെ സിനിമ പ്രൊഡക്ഷൻ കമ്പനി അവരെടുക്കുന്ന ഏഴാമത്തെ സിനിമയാണ്. ഏഴാമത്തെ സിനിമ. ആ സിനിമയുടെ ലൊക്കേഷനിൽ മമ്മൂട്ടി വന്നു. ലൊക്കേഷനിൽ മമ്മൂട്ടി വന്നപ്പോൾ നസ്ലിനാണ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ഈ ചന്തു അതിൽ അഭിനയിക്കുന്നുണ്ട്. ചന്തു എന്ന് പറഞ്ഞാൽ സലീംകുമാർ മകൻ. അപ്പൊ ചന്തു അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ ഈ ചിത്രത്തിന്റെ താഴെയാണ് ഈ കമന്റ്സ് വ്യാപകമായിട്ട് വന്നു തുടങ്ങിയത്. അതില് ഇദ്ദേഹം പാഴാണ്, മരപ്പാഴാണ്, വാഴയാണ്, ഈ വാഴ എന്തിനാ മമ്മൂട്ടിയുടെ പുറകെ കൊണ്ട്, ഒരു വാഴ മമ്മൂട്ടിയുടെ പുറകെ ഇരിക്കുന്നല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സ് പലതും ഫേക്ക് ഐഡിയ ആണ്. ചിലതിനൊക്കെ ഈ ചന്തു മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ചിലതിനൊക്കെ ചന്തു അതും പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. ആരെയും തെറി വിളിക്കാനൊന്നും പോയിട്ടില്ല. ഈ ഗോകുലിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഗോകുൽ സുരേഷിനെ വ്യാപകമായിട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഗോകുൽ സുരേഷ് അയാളെ അറ്റാക്ക് ചെയ്ത അയാൾ പ്രതികരിക്കില്ല. പിന്നെ നേരെ സുരേഷ് ഗോപിയെ കുറിച്ചാ പറയുന്നെങ്കിൽ ഗോകുല് പോയി മറുപടി കൊടുത്തളയും. അത് ഗോകുല് വൈകാരികമായിട്ട് എടുത്തളയും. പക്ഷെ ചന്തു അങ്ങനെ വൈകാരികമായിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷെ സാധാരണ രീതിയിൽ അദ്ദേഹം എല്ലാത്തിനും ഓക്കെ തമ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. താങ്ക് യു എന്നൊക്കെ പറയുന്നത്. വിളിച്ചവൻ ഞെട്ടിപ്പോയി കാണും. അത് എന്ത് ഞെട്ടാനാ, അവന് അതൊരു സന്തോഷം. ഇത് പറയാൻ വേണ്ടിയാണ് ചിലവന്മാർ പോയി തെറി വിളിക്കുന്നത്. നമ്മൾ ഇതിനായിട്ട് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രതികരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്യും. പിന്നെ നമ്മൾ അതിനകത്ത് ഇതിൽ റിപ്ലൈ കൊടുക്കും. പിന്നെ അത് തന്നെ പിന്നെ കുറച്ച് പേര് വിചാരിക്കും എന്നാ പിന്നെ ഇവിടെ കൂടിയേക്കാൻ വിചാരിക്കും, ഇന്ന് ഇവിടെ ആകാം, ഇറങ്ങോട്ടും പോകണ്ട, വെറുതെ മറ്റേ പറയുന്ന പോലെ ഇന്നിവിടെ ആകാം, ഇവിടെ കൂടാ. അങ്ങനെ വെറുതെ ഇരിക്കുന്നവരുണ്ടല്ലോ, ഒരു ജോലിക്കും പോകാതെ മൊബൈലിൽ നെറ്റും ചാർജ് ചെയ്തിരിക്കുന്നവര്. ആരെങ്കിലും കൊണ്ടൊക്കെ ചാർജ് ചെയ്യിപ്പിക്കുക, കാശിനുമല്ല. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് അങ്ങനെ എന്നെ ആർക്കും അറിയില്ല. ഞാൻ ഇത്ര വർഷം ചാനൽ ഇന്നൊരു റിപ്പോർട്ടറാണെന്നും ആർക്കും അറിയില്ല. കാര്യം മെയിൻ സ്ട്രീമിൽ നിൽക്കുമ്പോൾ നമ്മളൊന്നും അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. കാരണം മെയിൻ സ്ട്രീമിൽ തകർത്തേക്കുന്ന റീഡേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ വെയിലത്തും പൊടിയിലും മഴയത്തും ഒക്കെ അലഞ്ഞിരിഞ്ഞ് വാർത്ത കൊണ്ട് വരുമ്പോൾ അവരാണല്ലോ നിന്ന് പെർഫോം ചെയ്തത്. നമുക്ക് ആകെപ്പാടെ പെർഫോം ചെയ്യാൻ കിട്ടുന്നത് ചിലപ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ വന്ന് പല കഥകളും പറഞ്ഞു തുടങ്ങി. അത് ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തകളെ കുറിച്ച്. അതിലൊന്നായിരുന്നു ഈ കഷായം ഗ്രീഷ്മയെ കുറിച്ചുള്ളൊരു വാർത്ത. അപ്പോൾ ഈ വാർത്തയുടെ താഴെ ഒരാൾ വന്നിട്ട് കമന്റ് ചെയ്തു. അപ്പം ഞാനതിൽ പറഞ്ഞു, ഈ ഗ്രീഷ്മയുടെ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു.
അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ വന്ന് കമൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് നാട്ടിൽ നിന്ന് 2 വീലർ ഓടിച്ചാൽ ഇവിടെ വരുന്നത്, ഇവിടെ വരെ 2 വീലർ ഓടിച്ചാൽ വരാറുള്ളത്. അപ്പോൾ വാർത്തയുടെ താഴെ ഇരുന്ന് ഇവൻ്റെ കണ്ണൊക്കെ പഴുത്ത് ചീഞ്ഞിരിക്കുക, ഒരു ഡയലോഗ്, ഇവൻ്റെ കണ്ണൊക്കെ പഴുത്ത് ചീഞ്ഞിരിക്കുക, നിങ്ങൾ നോക്കിക്കോ ഈ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് ഇവൻ തട്ടിപ്പോകും, ഇവന്റെ കണ്ണൊക്കെ നല്ല ചീഞ്ഞിരിക്കുകയാണ്, ഇവനെ കണ്ടാൽ തന്നെ അറിയാം നല്ല വെള്ളമാണ്, അതുകൊണ്ടൊന്നും പേടിക്കുകയില്ല. ഇതിൽ ഒരുത്തരെന്നാ പറഞ്ഞു. അപ്പൊ ഞാനിത് വായിച്ചിട്ട് ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത്, അടുത്തൊരു സുഹൃത്തുണ്ട്, അപ്പൊ അവ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അളിയ ഒരു സാധനമുണ്ട്, ഞാൻ പോയി റിപ്ലൈ കൊടുക്കാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തുവാടാന്ന് പറഞ്ഞു. അല്ല നിനക്കെതിരെ ഒരു തവണ ഒരു കമന്റ് ഇട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്ത് കമന്റ്? അത് ഞാൻ നിനക്ക് അയച്ചു തരാം, അതിനുശേഷം ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് നല്ല മറുപടി ഞാനിപ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ അത് എനിക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഈ സ്ക്രീൻഷോട്ട് അയച്ചു. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം എനിക്ക് അന്നേരം അത് കണ്ടപ്പോൾ ഭയങ്കര ചിരിയാവുന്നു. ഞാൻ പറഞ്ഞു പിന്നെ എന്താ നിങ്ങളുടെ ഈ കമന്റ് നിങ്ങൾ പറയുന്ന ആള് ഞാനാണ്, നിങ്ങൾ അത് ഇവർക്ക് പേരൊന്നും അറിയില്ല അന്നേരം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന ആള് ഞാനാണ്, പിന്നെ ഇത് നിങ്ങളുടെ കമന്റ് വായിച്ച് ഞാനും ഭയങ്കരമായിട്ട് ചിരിച്ചു, താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഞാനും തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ അത് എന്തായെന്ന് ഞാൻ തിരിഞ്ഞു നോക്കാൻ പോയിട്ടില്ല. അത് ആൾക്കാരിങ്ങനെ വന്ന് പ്രതികരിക്കുമെന്ന്. ആൾക്കാർ വന്നിട്ട് ചിലരിങ്ങനെ ഇരുന്നിട്ട് ചിലർക്ക് ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും, ചിലർക്ക് അവരുടെ കാഴ്ചയിൽ തോന്നിയ കാര്യം വന്ന് പറയുന്നവരുണ്ട്. ഇത് നമുക്കതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഒരു കാര്യത്തിനെ 2 രീതിയിൽ എടുക്കും. അമ്മയെ തല്ലിയാലും 2 ഇതാണ് അല്ലേ? അതങ്ങനെയാണ്. ഈ സലീം കുമാറിന്റെ മകൻ ചന്തുവിന്റെ അഭിനയത്തിൽ പോരായ്മയുണ്ട്. അതായത് മിനിക്കെടുക്കും, അത് മാറ്റിയെടുക്കേണ്ടതാണ്. വന്നാലല്ലേ അങ്ങനെ അത് പതിയെ കൊണ്ട് പോരായ്മകൾ ഉണ്ട്. അത് മമ്മൂട്ടി പോലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ തുടക്കകാലത്ത്. അതായത് ഈ ക്ലോസ് അപ്പ് വെക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ക്ലോസ് ഷോട്ടിൽ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് പുള്ളിക്ക് ആ സമയത്ത് വലിയ പിടിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള, അത് എഴുതിയിട്ടുള്ളതാണ്. ആ സമയത്ത് ഗോഷ്ടി കാണിക്കുമായിരുന്നു, എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ വ്യക്തത. പിന്നീട് അദ്ദേഹം അത് മാറ്റിയെടുത്തു. അത് അഭിനയിച്ചല്ല മാറ്റിയെടുക്കേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, അദ്ദേഹം സ്വയം അല്ല. അന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇത് സിനിമയിൽ വന്ന് അഭിനയിച്ചല്ല. വേറെ കാര്യമുണ്ട്, നല്ല സംവിധായകര് അതായത് ഫാസിലൊക്കെ അതായത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. നമ്മുടെ ഈ മിക്ക നടന്മാരും ഇപ്പൊ നമ്മളിപ്പം നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകളുടെ ഒരു വലിയ പ്രത്യേകത, അവരിപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുക. അവരെന്തുകൊണ്ടാണ് അവരുടെ കസേര അങ്ങനെ തന്നെ, ആ കസേരയിൽ അവർക്ക് നമ്മൾ സ്ഥാനം എപ്പോഴും കൊടുത്തിരിക്കുന്നത്. അവർ അഭിനയിച്ച് തുടങ്ങിയ കാലത്ത് പ്രതിഭാധനന്മാരായ സംവിധായകരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഭരതൻ, പത്മരാജൻ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വലിയ സംവിധായകർ. ആ സംവിധായകരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രതിഭാധനന്മാരാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഒരു ഡയറക്ടർ അല്ല ഒരു നടനെ കിട്ടുമ്പോൾ അയാളെ എങ്ങനെ ഉപയോഗിക്കണം, അയാളുടെ കഴിവും അയാളുടെ പരിമിതി അറിയാം. അപ്പൊ അതിനനുസരിച്ച് അയാളെ ഇങ്ങനെ കൊണ്ടുവരും. ഇത് ചില ഡയറക്ടർ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, ശരി അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ, സുമതി പോയി, അപ്പൊ അതിന്റെ സങ്കടം വരട്ടെ. അവന് സുമതി പോയതിന്റെ സങ്കടം വരുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? മുഖത്ത് ഭാവം വരണ്ടേ? അപ്പൊ ഡയറക്ടർ ശരി ഇത് മതി, അയാൾക്ക് അത് മതി. പക്ഷെ മറ്റേ ഡയറക്ടർക്ക് അത് പോരാ. അയാൾ കിട്ടുന്നിടം വരെയും ആ സാധനം കിട്ടുന്നിടം വരെ അയാൾ ഒന്നിൽ കാണിച്ചു കൊടുക്കും. മണിരത്നമൊക്കെ കാണിച്ചു കൊടുക്കും, ഫാസിൽ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇപ്പൊ ജോർജ് മരിച്ചുപോയ KG ജോർജ്, അതൊക്കെ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് മോശമാണോ? അല്ല, ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് മോശമെന്നല്ല കഴിവുള്ള ടാലന്റ് ഉള്ളവരാ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ വശം ഇതാണ്. അതായത് വീണ്ടും സിനിമകളിൽ അഭിനയിച്ച് ഈ പോരായ്മയെ അങ്ങനെയല്ല മാറ്റിയെടുക്കേണ്ടത്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവിടെ പോയി അത് ഒരു തെറ്റുമല്ല. സലീം കുമാറിന്റെ മകൻ എന്ന് പറഞ്ഞാൽ എപ്പോ വന്നാലും സിനിമയിൽ റോൾ കിട്ടുന്ന ആളാണ്. വെറുതെ വീട്ടിലിരുന്നാലും അത് സലീം കുമാർ പറഞ്ഞത് സലീം കുമാറിന് അദ്ദേഹത്തിന്റെ ശുപാർശ ഇടപെടത്തില്ല. സലീം കുമാർ ഇതിലൊന്നും ഇടപെടാൻ അറിയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയതിനു ശേഷമാണ് അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞാണെന്നാ പറഞ്ഞത്, വിളിച്ചു പറയായിരുന്നെന്നാ പറഞ്ഞത്. ഈ സലീം കുമാർ ആദ്യം വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് പരിഹാസം കേട്ടാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വണ്ടിക്കൂലി പോലും കൊടുക്കാൻ അദ്ദേഹത്തെ സിബി മലയിലിന്റെ സിനിമയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിനെ വിളിക്കുന്നു, അദ്ദേഹം ചെല്ലുന്നു, അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം തിലകനും ജഗതിയൊക്കെ ഉള്ള ഒരു സീനാണ്. അതിനകത്ത് സലീം കുമാർ അഭിനയിക്കണം. അപ്പൊ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഷൂട്ട് നിർത്തിവെച്ചു. സലീം കുമാറിനോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞെടുക്കുക, അവർക്ക് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ റൂമിലാക്കി എന്ന് പോകാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാള് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടെ ആള് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് വണ്ടിക്കൂലി പോലും കയ്യിലില്ല, തിരിച്ചു പോവുകയാണ്. വിളിക്കാം, 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. നോക്കി നിൽക്കുക, ഇപ്പൊ വണ്ടിക്കൂലി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തേക്ക് പോകാൻ.
ആരും വരുന്നില്ല. 2-2.5 മണിക്കൂർ അവിടെ നിന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, എനിക്ക് ഇത്ര രൂപ, അയാൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഇത്ര രൂപ എനിക്ക് കടം തരാമോ, ഞാൻ ഇങ്ങനെ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ 20 രൂപ മറ്റോ അന്ന് കൊടുത്തു. അന്നത്തെ കാലത്ത് അത് മതി. ഇതെല്ലാ മേഖലയിലും ഉണ്ട്. ആ 20 രൂപയും കൊണ്ട് തിരിച്ചു വിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഡേറ്റിന് വേണ്ടി ഈ സംവിധായകൻ വെയിറ്റ് ചെയ്യുന്നു, കാത്തിരിക്കുന്നു, വിളിക്കുന്നു, വരണമെന്ന് പറയുന്നു. അതാണ് സിനിമ. അതൊരു ആദ്യഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന കുറെ പ്രശ്നങ്ങളാണ് ഇത്. ആദ്യഘട്ടത്തിൽ അത് എന്താ പറയാ, അത് സ്ട്രഗിൾ ചെയ്ത് വരുമ്പോഴേ നമുക്ക് ആ സാധനത്തിനോടൊരു ഉത്തരവാദിത്വം വരും. വെറുതെ ആരെങ്കിലും ഈ സാധനം കൊണ്ട് നമ്മുടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വില കാണത്തില്ല. വെറുതെ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് മേടിക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു പാഷൻ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ജേർണലിസം എന്ന് പറയുന്ന സാധനം എനിക്കാരും കൊണ്ടു തന്ന സർട്ടിഫിക്കറ്റ് ആരും കൊണ്ടു തന്നല്ല. ഞാനത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ എൻട്രൻസ് എഴുതി പഠിച്ചു പാസ്സായി, എന്നിട്ട് ചാനലിൽ കിടന്ന് ആദ്യമൊക്കെ ഒരു ഫ്രെയിം കാണിക്കും. ആദ്യമൊക്കെ ഉണ്ടല്ലോ, ആദ്യമൊക്കെ റിപ്പോർട്ടർ ഇരിക്കുമ്പോൾ നമ്മള് റിപ്പോർട്ടറെ കൂടെ പോകും, റിപ്പോർട്ടറെ കൂടെ വിട്ടേക്കല്ലേ. ഇപ്പൊ റിപ്പോർട്ടർ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ഇങ്ങനെ പിടിച്ച് ഓരോരുത്തരുടെ ബൈറ്റ് എടുക്കാനാണ് എന്റെ ജോലി. അപ്പൊ ഞാനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ആളുടെ ബാക്കിൽ ചെന്നിട്ട് ഇങ്ങനെ മൈക്ക് പിടിച്ചു കൊടുക്കും, എന്നെ കൂടെ കിട്ടാൻ. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന കുറെ സാധനങ്ങൾ. പക്ഷെ ഇതുപോലെ ആളുകളെ വ്യക്തിഹത്യ ചെയ്യരുത്. ആ ഒരു ചെറുപ്പക്കാരനാണ്, നമ്മളെ പോലെയൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ചന്തു. പിന്നെ പോരായ്മ തിരുത്തി അദ്ദേഹം മുന്നോട്ട് പോകട്ടെ. അല്ലാതെ മമ്മൂട്ടി ഇരിക്കുന്ന മഹാനടനായിട്ടുള്ള മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടിയുടെ പുറകെ ആരാണ് വാഴ കൊണ്ടു ചെയ്യുന്നത് ചോദിച്ചാൽ ആ മനുഷ്യനുണ്ടാകുന്ന വേദന എത്രത്തോളം അപമാനിക്കുന്നതിന് വലിയ വേദനയാണ്. പിന്നെ വലിയ വേദനയാണ്. നമ്മളെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട്, ഞാൻ അതുകൊണ്ട് ഇത് വായിക്കാൻ പോകുന്നത്, ഇത് എനിക്ക് സ്ഥിരം തെറിയാണല്ലോ, ഇടുന്ന തെറിയായതുകൊണ്ട് നമ്മളെ ബാധിക്കത്തില്ല. നമ്മളെ ജോലി ചെയ്യുന്നു, അവരവരുടെ ജോലി ചെയ്യുന്നു. നമുക്ക് എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കും. ശരി.